Hello friends, welcome back to another video. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഫ്ലുവൻസി കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? തപ്പിത്തടയാതെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഓക്കെ, അങ്ങനെയുള്ള നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു വേർഡ് പരിചയപ്പെടുത്താൻ പോവാണ്. ആ വേർഡ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ആ വേർഡിന് എങ്ങനെയും ഉപകാരങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ സംസാരത്തിൽ ഒരു ഫ്ലുവൻസി കിട്ടുവാനും നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കുവാനൊക്കെ ഈ വേർഡ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ വേർഡ് ഇതാണ്, ദെൻ എന്നാണ് ആ വേർഡ്. ദെൻ, THEN, ദെൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ വേർഡ് ഞങ്ങളൊക്കെ ഒരുപാട് കേട്ടതല്ലേ, ഞങ്ങൾ കണ്ടതല്ലേ, എന്താ അപ്പോൾ ഇതിന് ഇത്ര പ്രത്യേകത ഉണ്ട്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വേർഡിനെ നിങ്ങളെ സഹായിക്കാനുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ വേർഡിൻ്റെ ഏറ്റവും കൂടുതലുള്ള ഉപയോഗം മനസ്സിലാകുന്നത്. ദെൻ എന്നുള്ള വേർഡ്, അത് ഞാനിതിൻ്റെ അർത്ഥം ഒന്ന് പറയാം. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് പിന്നെ 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 എന്നുള്ളതല്ല, പിന്നെ അല്ലേ? നമ്മളെവിടെയാണ് പിന്നെ എന്ന് ഉപയോഗിക്കാറുള്ളത്? നമ്മളൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാണ്, ഞങ്ങൾ ഇന്നലെ അവിടെ പോയി ഭക്ഷണം കഴിച്ചു, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി അല്ലേ? ഈ രീതിയിൽ പിന്നെ പിന്നെ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, നമ്മൾ മലയാളത്തിലാണെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേർഡ് തന്നെയാണ് പിന്നെ പിന്നെ എന്നുള്ളത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ് ദെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദെൻ എന്നുള്ള വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരത്തിൽ ഒരുപാട് മെച്ചങ്ങളുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഈ ദെൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള ചില പ്രത്യേകതകളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിച്ചെടുത്തിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. അധികം ആളുകളും ഒരു ഫ്ലുവൻസി ഇല്ലാത്ത ആളുകളൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുക. ഈ സെൻറ്റൻസ് ഉണ്ടാക്കിയെടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഈ ആലോചനക്കുള്ള സമയം ഈ ദെൻ എന്നുള്ള വേർഡ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണെന്നല്ലേ? ഉദാഹരണത്തിന്, ഐ വിൽ കോൾ യു ടുമോറോ, ദെൻ യു ഡു വൺ തിങ് അല്ലേ? അവിടെ ദെൻ എന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഒരു കാര്യം നീ ഇങ്ങനെ ചെയ്യണം അല്ലേ? ആ ദെൻ എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസ് ആലോചിക്കാനുള്ള ഗ്യാപ്പ് അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കുമ്പോൾ ഈ വേർഡിൻ്റെ ഒരു പ്രത്യേകത അല്ലേ? ദെൻ യു ഡു വൺ തിങ് അല്ലേ? ആ ദെൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അടുത്ത സെൻറ്റൻസ് നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാൻ അവിടെ സാധിക്കും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ നമുക്ക് ദെൻ യൂസ്ഫുൾ അല്ലേ? വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ സംസാരമൊക്കെ തീർന്നതിന് ശേഷം അവരിങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ അവരെ പിറകിൽ നിന്ന് വിളിക്കൂലേ, ദെൻ യു ഡു വൺ തിങ്, ദെൻ യു ഡു വൺ തിങ്, പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം അല്ലേ? പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു ഉപകാരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കാണാതെ പഠിച്ചു വെച്ച കാര്യങ്ങൾ മാത്രം ഇങ്ങനെ സംസാരിച്ച് പോകുന്ന സമയത്ത് നമുക്ക് തപ്പിത്തടയലുകൾ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ സംസാരത്തിനൊരു കോൺഫിഡൻസ് കിട്ടുന്ന, കോൺഫിഡൻസ് തരാൻ സഹായിക്കുന്ന ഒരു വേർഡ് തന്നെയാണ് ദെൻ എന്ന് പറയുന്നത്. കാരണം ആ ദെൻ എന്ന് പറയുമ്പോൾ ദെൻ എന്ന് പറയുമ്പോൾ നമുക്കെന്താണ്, ആലോചിക്കാനുള്ള ഒരു ചെറിയ സമയം അവിടെ കിട്ടുന്നുണ്ട് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ആ സമയം കിട്ടുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു സെൻറ്റൻസ് ഇങ്ങനെ ആലോചിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇതുപോലുള്ള ട്രിക്കുകൾക്കായി നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഐഡിയയുമായിട്ട് വീണ്ടും